അപ്പോൾ 2026 വേൾഡ് കപ്പെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ ന്യൂസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പ്ലെയർ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ലയണൽ മെസ്സി തന്നെയാണ്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അങ്ങേർക്ക് ഇതൊന്നും കിട്ടിയില്ല, വേൾഡ് ബെസ്റ്റ് പ്ലെയർ കിട്ടിയില്ല. റോഡ്രിക്കാണ് കിട്ടിയത്. റോഡ്രി നല്ല രീതിയിൽ കളിച്ച് ഡിഫൻസീവ് അതൊരു വിന്നിങ് ടീമാണ്. അവരെ ഡിഫൻസിനെ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നു. ഓഫ് കോഴ്സ് കൊടുക്കണം. നല്ലൊരു വിങ് ബാക്കും നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും ഉണ്ടെങ്കിലാണ് ഏത് വേൾഡ് കപ്പ് ടീം ജയിക്കുന്നതിനും ഒരടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നോക്കിയാൽ മതി, ഒരു വിങ് ബാക്കോ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു വിങ് ബാക്കോ ഒരു ഇതോ ആ ടീമിലുണ്ടാവും. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറോ ആ ടീമിൽ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ 2018 എൻഗാളോ കാൻഡ ഉണ്ടായിരുന്നു ഫ്രാൻസിൽ. അതേപോലെ 2014 സെർജി ബുസ്കറ്റ്സ് ഉണ്ടായിരുന്നു സ്പെയിനിൽ. അതേപോലെ 2010 ഓക്കെ, പിന്നെ ടോണി ക്രൂസ് ഉണ്ടായിരുന്നു 2014. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത്. പക്ഷേ വേറെ ഈ കേസ് ഇനിയിപ്പോൾ നമുക്ക് മെസ്സിയിലേക്ക് വരാം. അപ്പോൾ ഇപ്പം പുതിയ വരുന്ന ന്യൂസ് എന്ന് വെച്ചാൽ 2030 വേൾഡ് കപ്പ്, അതിൽ ലയണൽ മെസ്സിക്ക് 43 വയസ്സാവും. അപ്പോൾ വരുന്നൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ മെസ്സി ആ വേൾഡ് കപ്പ് കളിക്കും എന്നാണ്. മുപ്പത് വിരമിച്ചില്ല ഇൻ്റർനാഷണൽ ടീമിൽ നിന്ന്. ഇതുവരെ അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടില്ല. അപ്പോൾ 43-ാമത്തെ വയസ്സിൽ മെസ്സി കളിക്കും. അപ്പോൾ ചില ആൾക്കാർ 43-ാമത്തെ വയസ്സിൽ എങ്ങനെ മെസ്സി കളിക്കും? ഇതാണ് എൻ്റെ വിഷയം. അപ്പോൾ ക്രിസ്ത്യാനോ ഈ വേൾഡ് കപ്പിൽ ശരിക്കും നല്ല രീതിയിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ നല്ല രീതിയിൽ സഫർ ചെയ്യുന്നുണ്ട്. 42 വയസ്സാണ് മൂപ്പർക്ക്. നല്ല രീതിയിൽ സഫർ ചെയ്യുന്നുണ്ട്. അതായത് അറ്റാക്കിങ്ങിലൊന്നും ശരിക്കും ബോൾ കിട്ടുന്നില്ല. അതിന് കുറേ കാരണങ്ങൾ പറയുന്നു. അവരെ മിഡ്ഫീൽഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്നെ അതാണ് വേറെ കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ 43-ാമത്തെ വയസ്സിൽ മെസ്സി ഇനി വേൾഡ് കപ്പ് കളിച്ചാൽ ഈ പേര് മോശമാവുമോ, അല്ലെങ്കിൽ ഇത് അങ്ങനെ കളിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ ഡൗട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലയണൽ മെസ്സിൻ്റെ ഗെയിമിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്ത ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ലയണൽ മെസ്സിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫുട്ബോൾ കളിക്കാൻ നേരം പൊസിഷൻ വിചാരിക്കുന്നത് നമ്മളെ കളി തുടങ്ങുന്നതിന് മുമ്പ് 4-3-3 4-2-3-1 എന്നും പറഞ്ഞിട്ട് ആ സ്ക്രീനിൽ കാണിക്കുന്ന പൊസിഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അതിനകത്ത് കാണിക്കുന്ന റൈറ്റ് സൈഡിലാണ് മെസ്സിനെ കാണുന്നത്, അല്ലെങ്കിൽ റൈറ്റ് വിങ്ങറായിട്ടാണ് മെസ്സിനെ കാണുന്നത്. പക്ഷേ ആക്ച്വൽ ഗെയിം വരുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, മെസ്സി അവിടെ ബോൾ അറ്റാക്കിങ് വരുന്നവർ മാത്രമാണ് ആ പൊസിഷനിലുള്ളത്, അല്ലെങ്കിൽ ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടാണ് കളിക്കുന്നത്. അത് ഈ ട്രാൻസിഷൻ എപ്പം തുടങ്ങി, മെസ്സി എനിക്ക് തോന്നുന്നു ബാർസയിൽ കളി തുടങ്ങിയ ടൈമിൽ കളിച്ചുകൊണ്ടിരുന്നത് റൈറ്റ് വിങ്ങറായിട്ടാണ്. പിന്നെ ഇടയ്ക്ക് സെൻറ്റർ ഫോർവേഡായിട്ടും കളിക്കുന്നുണ്ട്, റൈറ്റ് വിങ്ങറായിട്ടാണ്. മൂപ്പർ ലെഫ്റ്റിൽ കളിക്കാറില്ല. മെസ്സിൻ്റെ പറഞ്ഞാൽ കുറേ പരിമിതികൾ ഉള്ള പ്ലെയർ തന്നെയാണ് മെസ്സി. ചിലപ്പോൾ 2 കാലം കൊണ്ട് ഷൂട്ട് ചെയ്യില്ല. ഹെഡിങ് വളരെ റയർ ഒക്കേഷനിലാണ് മൂപ്പർ ഹെഡ് ചെയ്തിട്ടുള്ള ഗോൾ അടിച്ച്, അക്രോബാറ്റിക് ഗോൾസ് ഇല്ല. പക്ഷേ ആ ഇതിലും മൂപ്പർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാഫ്, ഓക്കെ, റൈറ്റ് സൈഡ് ഹാഫിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതായത് മെസ്സി ആക്ച്വലി കളിക്കുന്നത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൈറ്റ് വിങ്ങറോ ഫോർവേഡോ ആയിട്ടല്ല, ഇപ്പം കളിക്കുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് പറയും. അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ട്, അതേപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, അതായത് ഡീപ്പായിട്ട് ഇറങ്ങിയിട്ട്. അതുകൊണ്ടാണ് മെസ്സിനെ ഈ ഇംഗ്ലണ്ടിലും അർജൻറ്റീനക്കൊല്ലം മെസ്സിനെ മാർക്ക് ചെയ്യാൻ പറ്റാണ്ടുന്ന പ്രധാന കാരണം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നതുകൊണ്ട്. അതായത് മെസ്സിൻ്റെ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഗെയിമാണെന്ന് പറഞ്ഞാണെങ്കിലും ഇറ്റ്സ് ആക്ച്വലി എ ടെക്നിക്കൽ ഗെയിം. അതിൻ്റെ നമ്മളെ കാല് വേഗത എന്നെല്ലാം പറയുന്നാൽ ഈ ടെക്നിക്കിനെ ഫുൾഫിൽ ചെയ്യാനുള്ള ടൂൾസ് മാത്രമാണ്. അങ്ങനെയാണ് ശരിക്കുള്ള ഫുട്ബോൾ എന്ന് പറയുന്നത് ടെക്നിക്കൽ ഗെയിമാണ്. അപ്പോൾ പ്രത്യേകിച്ച് മോഡേൺ ഫുട്ബോളിൽ ടെക്നിക്കുകൾ, അതായത് സ്കില്ല് എല്ലാവരും പറയും സ്കില്ല് വേറെയാണ്, ടെക്നിക്ക് വേറെയാണ്. അതുകൊണ്ട് സ്പെയിൻ്റെ പ്ലെയേഴ്സിനും കണ്ടില്ലേ, അധികം ഭയങ്കരമായിട്ട് നെയ്മറിനെ പോലെ വിനീഷ്യസിനെ പോലെ സ്കില്ലോ എടുക്കുന്നില്ല. പക്ഷേ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കളിക്കുന്ന കുറേ പ്ലെയേഴ്സ് നമുക്ക് ഇന്നത്തെ മോഡേൺ ഫുട്ബോളിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് സ്പെയിനിൽ നിന്നാണ് ലാമാസി സിസ്റ്റത്തിലുള്ള പ്ലെയേഴ്സ്, അങ്ങനെ കുറേ പ്ലെയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് മെസ്സി എന്ന് പറഞ്ഞാൽ മോറോവർ ഭയങ്കര ഹെവിലി ടെക്നിക്കലാണ്. ഒരു പാസുകൾ എന്നെല്ലാം പറഞ്ഞാൽ ഈ ഇംഗ്ലണ്ടിനോടും ഈജിപ്തിനോടുള്ള കളിയിൽ നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചാൽ അതിൻ്റെ കുറേ നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നു. അതെല്ലാം നമുക്കൊരു സൈഡിൽ മാറ്റി വെക്കാം. ഗെയിം സപ്പോർട്ട് ചെയ്തു, റഫറി സപ്പോർട്ട് ചെയ്തു, മറിച്ചതാക്കി.
ഈജിപ്തിനോടുള്ള കളിയിലെല്ലാം കുറച്ച് ഭയത്തിലായിപ്പോയി. അത് ഉള്ള കാര്യമാണ്, എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന ബോളുകൾ കണ്ടിട്ടുണ്ടോ? കാലിൻ്റെ ഉൾഭാഗം കൊണ്ട്, അതായത് കാലിൻ്റെ ആ ആംഗിൾ വരുന്ന ഭാഗമില്ല, അതുകൊണ്ടാണ് മൂപ്പർ ചെത്തിയിട്ട് ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബോൾ ഈ വേൾഡ് കപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ 3-4 വേൾഡ് കപ്പായിട്ട് അത്ര നല്ല ക്രോസുകൾ, നോർമലി മെസ്സി ക്രോസുകൾ കൊടുക്കുന്ന പ്ലെയറല്ല, ഈ വേൾഡ് കപ്പിലുള്ള ക്രോസുകൾ കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ അങ്ങനെ ഞാൻ അങ്ങനെ ഫുട്ബോൾ ഫാനാണ്, അങ്ങനെ എന്താ പറയുക ഒരു സ്പെസിഫിക് ടീമിനെയൊന്നും അങ്ങനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഇതൊന്നുമല്ല. ഈ കളിയിൽ എനിക്ക് ഈജിപ്ത് ജയിച്ചോട്ടെ, ഇംഗ്ലണ്ട് ജയിച്ചോട്ടെ എന്നാണ് എൻ്റെ മൈൻഡിലുണ്ടായത്. പക്ഷേ ഞാൻ അപ്പം ഓപ്പോസിറ്റ് ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കളി കാണുമ്പോൾ ഞാൻ അത്യാവശ്യം കളിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കറിയാം ഈ ബോൾ ഇങ്ങനെ പോകുന്നതെന്ന്. ആ ബോളുകൾ ലൂപ്പായിട്ട് അർജൻറ്റീന പ്ലേയേഴ്സിൻ്റെ തലയിലേക്ക് പോകുന്ന ഒരു സെറ്റപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അത്രയും പെർഫെക്റ്റ്, അത്രയും കണ്ണിങ്ങാണ് പാസുകൾ. അതായത് എക്സ്പീരിയൻസും ടെക്നിക്കും ആണത്. അതായത് ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ സ്കോർ ചെയ്യുക. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ കുറേ ഗോളുകൾ അർജൻറ്റീന ഹെഡിൽ സ്കോർ ചെയ്യുകയും ചെയ്തു. നമ്മൾ നോക്കുകയാണെങ്കിൽ അർജൻറ്റീന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗെയിം കളിച്ചാണെങ്കിലും ഒരു വേൾഡ് കപ്പിൽ അർജൻറ്റീന പ്ലേയേഴ്സ് ഹെഡിൽ ഗോളടിക്കൽ വളരെ കുറവാണ്. ഇറ്റലിനെയോ അല്ലെങ്കിൽ സ്വീഡനെയോ ഇംഗ്ലണ്ടിനെയൊന്നും പോലെ ഹെഡുകൾ ഗോൾ സ്കോർ ചെയ്യൽ കുറവാണ്. ഈ വേൾഡ് കപ്പിൽ മെസ്സി കൊടുത്ത ബോളുകളിലാണ് ഗോൾ വന്നത്. അതായത് അയാൾ ടെക്നിക്കാണ് അത്. ആ കറക്റ്റ് കൊടുത്ത്, അതായത് ഗോളിൻ്റെ കറക്റ്റായിട്ട് അധികം വേഗതയിലാണ്ട് ചെത്തിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക, അതായത് കറക്റ്റായിട്ട് പോകുന്നത് ശ്രദ്ധിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ടെക്നിക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മെസ്സി എപ്പോഴും ഒരു റൈറ്റ് വിങ്ങിൽ ബോൾ എടുത്തിട്ട് അവിടെ കൂടി കഴിഞ്ഞാൽ മെസ്സി ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിങ് ടു വിങ് ബോൾ ചേഞ്ച് ചെയ്യും. അതായത് നേരെ വളച്ചിട്ട് ലെഫ്റ്റ് വിങ്ങിലേക്ക് ബോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ലെഫ്റ്റ് വിങ്ങിലുള്ള വിങ്ങർക്ക് ബോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അത് ബാർസലോണയിൽ നിന്ന് കളി പണ്ട് അത് നെയ്മറിന് തന്നെ ബോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നൊരു സംഭവമുണ്ട്. അതൊന്നും ഇപ്പോൾ ആരും ആ ലെവലൊന്നും ചെയ്യുന്ന പ്ലെയർ ഇല്ല ശരിക്കും. പണ്ട് സ്കോൾസൊക്കെ ചെയ്യുന്നു, പണ്ട് യുണൈറ്റഡിൻ്റെ കളിയിൽ സ്കോൾസൊക്കെ ചെയ്യുന്നു. പക്ഷെ അത് വേറെ ടൈപ്പ് ക്രോസാണ്, അത് കുറച്ചുകൂടി സ്പീഡ് ഗെയിമിലുള്ള ഇതാണ്. പക്ഷേ മെസ്സി ആ ബോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, സൈഡ് ലൈൻ്റെ പുറത്തേക്ക് ഒരിക്കലും ബോൾ പോലെ സൈഡ് ലൈൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ലൂപ്പായിട്ട് റൗണ്ടായിട്ട്, അതായത് ബോൾ കൊടുക്കുന്നൊരു ടെക്നിക്കാണ്. പിന്നെ മാക്സിമം പുറംകാലം കൊണ്ടൊന്നും മൂപ്പർ ഷൂട്ട് ചെയ്തില്ല. ആകെ ഒരു ടെക്നിക്കേ ഉള്ളൂ, അതായത് ഷൂട്ടിംഗ് ആയാലും ഇതായാലും ഒരു വളച്ചിട്ടുള്ള അതൊരു ബനാന കിക്ക് മോഡലുള്ള ചവിട്ടാണ് മൂപ്പറത്. അതാണ് ഹെവിലി ടെക്നിക്ക്. പിന്നെ ബോഡി ഫെയിൻസ്, അതായത് വേണ്ടാത്ത സ്കില്ല് എവിടെ ഉപയോഗിക്കണമെന്ന് അറിയാം. എല്ലായിടത്തും മൂപ്പർ സ്കില്ലോ ഇതൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ബോഡി ഫെയിൻസ് അല്ല ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ ഈ 39-ാമത്തെ വയസ്സിൽ പോലും അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് അത് എവിടെ ഉപയോഗിക്കണം എന്നറിയാം. ഒറ്റയടിക്ക് 2 പ്ലെയർ 3 പ്ലെയറുള്ള 39 വയസ്സുള്ള ഒരു പ്ലെയർ, അതും വേൾഡ് ക്ലാസ് ടീമുകളായിട്ടുള്ള ഇംഗ്ലണ്ട്, ഈവൺ ഈജിപ്തിലെ വേൾഡ് ക്ലാസ് പ്ലെയേഴ്സാണ്. അവരുടെ പ്ലെയേഴ്സൊക്കെ കളിക്കുന്ന വലിയ വലിയ ക്ലബ്ബുകളാണ്. മംറൂഷ് സിറ്റി, പിന്നെ ലിവർപൂളിൻ്റെ ലെജൻഡാണ്. അതേപോലെ മറ്റു പ്ലെയേഴ്സല്ലോ അവിടെ, പിന്നെ കുറേ പ്ലെയേഴ്സ് ഉണ്ട് അവിടെ. ഈജിപ്തിലെല്ലാം കളിക്കുന്ന ഇഷ്ടംപോലെ പ്ലെയേഴ്സ് അവിടെ ഉണ്ട്. അതൊക്കെ ഈജിപ്തിൻ്റെ ലോക്കൽ ലീഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പേ ചെയ്യുന്ന ലീഗാണ്, അത്യാവശ്യം നല്ല പൈസ കൊടുക്കുന്ന ലീഗുകളാണ്. യൂറോപ്യൻ ലീഗ്സിൻ്റെ എല്ലാം ഒരു 50-40% പൈസ കൊടുക്കുന്ന ലീഗുകളാണ്. അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. അപ്പോൾ അത്രയും നല്ല പ്ലേയേഴ്സിൻ്റെ അടുത്ത് അയാൾ 3 ആളാണ് 39 വയസ്സുകാരനെ മാർക്ക് ചെയ്തത്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 43-ാമത്തെ വയസ്സിലും ലയണൽ മെസ്സിക്ക് തീർച്ചയായിട്ടും കളിക്കാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മൂപ്പർ ഗെയിമിൽ ഫിസിക്കാലിറ്റി ഒരു പാർട്ട് മാത്രമാണ്, അത് ഫിസിക്കലായിട്ടുള്ള ഗെയിമല്ല. മൂപ്പർ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ടെക്നിക്കാണ്. ആ ടെക്നിക്കിൻ്റെ ഭാഗമായിട്ട് മൂപ്പർക്ക് ഇപ്പോൾ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പുവർ ഫോർവേഡായിട്ട് കളിക്കുന്ന മൂപ്പർക്ക് ചിലപ്പോൾ ആ വേഗതയോ ഇതോ കിട്ടൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ മൂപ്പർ ഡീപ്പായിട്ട് ഇറങ്ങിയിട്ട് കളി മെനയാനും പറ്റും, കളിപ്പിക്കാനും പറ്റും. എപ്പോഴും എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പ് പോലും ഡിമാരിയ എന്ന് പറഞ്ഞ പ്ലെയർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേൾഡ് കപ്പ് ഒന്നും എവിടെയും പോവില്ല. എന്ത് ബയസ്ഡ് ആയാലും എന്ത് മോശമായാലും ഒരു കുറേ പ്രായമുള്ള ആൾക്കാരെ ടീമിനെയും കൊണ്ടാണ് അർജൻറ്റീന ഇപ്രാവശ്യം വന്നത്. അത് നോർമലാണ്. ഒരു വേൾഡ് കപ്പ് അടിച്ചാൽ രണ്ടാമത്തെ വേൾഡ് കപ്പിൽ അവർക്കൊരു ഹോണർ പോലെ ഈവൻ പ്ലെയേഴ്സിനൊന്നും മാറ്റില്ല. ചില പ്ലെയേഴ്സിനെല്ലാം മാറ്റും, അത് ഓരോ കാര്യങ്ങൾ. ഇപ്പം ഡിബാലേനെ മാറ്റും, കാൻറ്റനെ പുറത്താക്കും, എംബാപ്പയ്ക്ക് ഇതെല്ലാം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള കേസുകളല്ലാണ്ട് നോർമലി ടീമിനെ ആ പഴയ ടീമിനെ വെച്ചിട്ട് അവർ ഫൈനൽ വരെ എത്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും മോശം ടീമുകളെ കിട്ടി, അതല്ല ഫൈനൽ വരെ എത്തിയല്ലോ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ടെക്നിക്കാണ്. ആ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു പൊസിഷൻ കൊടുത്തിട്ടുള്ള കളിയല്ല. മെസ്സി ഇപ്പം കളിക്കുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണല്ലോ. അപ്പോൾ ആ ഇതിലെന്ന് വെച്ചാൽ മെസ്സിൻ്റെ ഗെയിം എപ്പോഴും ഇതാക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുകൊണ്ട്
കളി 2030 വേൾഡ് കപ്പിൽ എല്ലാവരും പറയുന്നത് വെച്ചാൽ 30 വയസ്സാവും, 43 വയസ്സാവും മെസ്സിക്ക്. അത് കഴിഞ്ഞ് ഇനി കളിക്കാൻ വരട്ടെ, മകനും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്തായാലും കണ്ടറിയാം. എൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇതാണ്, ആ ഒരു ഡൗട്ടേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. മെസ്സി അടുത്ത വേൾഡ് കപ്പിൽ വന്നാലും അസിസ്റ്റുകൾ എന്തായാലും ഉണ്ടാവും, സ്കോറിങ്ങും ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പം കുറച്ച് മെസ്സിൻ്റെ പെനാൽറ്റിയെല്ലാം വീക്ക് ആയിട്ടുണ്ട്. അത് ചിലപ്പോൾ ആ ടെക്നിക്കലും പെനാൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയറുമായിട്ട് കോൺടാക്റ്റ് ആയിട്ടൊന്നും വരുന്നതല്ലല്ലോ, പ്രഷർ സിറ്റുവേഷനിൽ നിന്നാണ്. അതിൻ്റെ അകത്ത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. ആ പ്രഷറിനെ ഹാൻഡിൽ ചെയ്താൽ മതിയല്ലോ. ഇപ്പം നിക്കോ വില്യംസിനെയോ അല്ലെങ്കിൽ കുബാർട്ടിനോ പോലുള്ള പ്ലെയർ അടുത്തില്ലല്ലോ, ഒരു ഗോളിൻ്റെ സൈഡിൽ തട്ടാന്നുള്ളത്. അപ്പോൾ അതേപോലെ ഇപ്പം ഫ്രീ കിക്ക് അത് നമ്മളെന്തായാലും അയാളെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലെയറാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ ഫുട്ബോൾ റൂൾസ് ചേഞ്ച് ആയത് 2000 അതെല്ലാം വലിയ വിഷയങ്ങളാണ്. മെസ്സിൻ്റെ കളിനെ കൊണ്ട് പറയുന്ന ഈ ഫുട്ബോൾ റൂൾസിനെ കൊണ്ട് പോലും പറയേണ്ടതായിട്ടുണ്ട്. ബോഡി കോൺടാക്ട്സ് എല്ലാം വന്ന് വരുന്ന കളിയിൽ മെസ്സി ചിലപ്പോൾ പണ്ടത്തെ കാലങ്ങളിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും, ഒന്നുമില്ല. അപ്പം അങ്ങനെയെല്ലാം എന്തായാലും അടുത്ത വേൾഡ് കപ്പിൽ നമുക്ക് കാണാം മെസ്സിൻ്റെ കളി.